YouTube family, so welcome to my channel. നമ്മൾ ഫൺ വിത്ത് ആദി എന്നാണ് ഇട്ടിരിക്കുന്നത്. അമീൻ ആൻഡ് ഡയാന. അന്ന് കാണിച്ച പോലെ ഇങ്ങനത്തെ വല്ല ഫണ്ണാണ് മോളെ എന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഞാൻ ഇടപെടത്തേ. സെപ്റ്റംബറിലാണ് നമ്മുടെ ഒരു ബിഗ് ഫംഗ്ഷൻ. ശരിക്കും ഇതൊരു പ്രണയ വിവാഹം ആണോ? ഇതൊരു പ്രണയ വിവാഹം ഡയാനയ്ക്ക് ആലോചിച്ചാലോ? ഡയാന വെറുതെ ചോദിച്ചു, ഈ ചെക്കനെ കണ്ടോ ഉമ്മ? ഒരു മുന്നത്തെ ഒരു പ്രപ്പോസലൊക്കെ നമ്മൾ കോൾ ഓഫ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. കുറെ ഫെയിൽഡ് അറ്റംപ്റ്റ്സിന് ശേഷമാണ് ഡയാന പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു എന്റെ വിവാഹം. പാസ്റ്റ് ഇസ് പാസ്റ്റ്, ദിസ് ഈസ് മൈ present and he is my future. എന്റെ ദേഹം നൊന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെടും. ഞാൻ ഇതിന് റിയാക്ട്. ഹലോ യൂട്യൂബ് ഫാമിലി, സോ വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വ്ളോഗ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഒരു പതിവിലും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഒരു രണ്ട് വ്യക്തികളെ, രണ്ട് സെലിബ്സിനെ, ഒരു കപ്പിളിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ആദീസ് ലിറ്റിൽ വേൾഡ് എന്ന് ഞാൻ പറഞ്ഞാലും ഈ ഒരു ഷോയ്ക്ക് ഞാൻ ഫൺ വിത്ത് ആദി എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയുണ്ട്. സോ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ വലിയൊരു മുഖവരെയൊന്നും കൊടുക്കാതെ നമുക്ക് വെൽക്കം ചെയ്യാം അമീൻ ആൻഡ് ഡയാന. പ്രേമി വരാതിരിക്കാൻ ഒളിച്ചിരിക്കുകയാണ്. എന്നൊക്കെ ആവനപ്പോഴേ മറ്റേ പടത്തിലെ UDC ഉണ്ടല്ലോ, UDCയുടെ എനിക്ക് പക്ഷേ നമ്മുടെ UCD മുസേല് സലീം കുമാർ എനിക്കും വെറുതെ ഞാൻ ചുമ്മാ വെറുതെ ഒരു ഫണ്ടിന് വേണ്ടി ഇതൊക്കെ വെച്ചിരുന്നതേ ഉള്ളൂ. ഇവർക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ. എന്നെ കാണുമ്പോൾ ഇവർക്ക് ചിരി വന്നില്ലേ? വേറെ കാര്യമുണ്ട്, പ്രോഗ്രാമിന്റെ പേര് ഫൺ വിത്ത് ആദി എന്നൊക്കെ പറഞ്ഞു. അന്ന് കാണിച്ച പോലത്തെ ഇങ്ങനത്തെ വല്ല ഫണ്ണാണ് മോളെ എന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇടപെടൂല. ഭാര്യ എന്ന നിലയിൽ നിങ്ങളൊക്കെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ നോക്കരുത്. നിങ്ങളായി ഈ വിഷയത്തിൽ ഞാൻ ഇടപെടത്തേ. എന്നെ പൊള്ളിച്ച് കത്തിക്കില്ല. ക്യാമറമാൻ കട്ട് ചെയ്ത ഞാൻ ഷോ ചെയ്യുന്നില്ല. അപ്പൊ എന്റെ എല്ലാ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സ് സുഹൃത്തുക്കൾക്കും അതുപോലെ മറ്റ് യൂട്യൂബിലെ സുഹൃത്തുക്കൾക്കും വേണ്ടി പറയാണ്, ഞാനും ഇവനും തമ്മിൽ ഒരു 1.5 വർഷത്തെ പരിചയമുണ്ട്. അപ്പൊ ഞങ്ങൾ ആ 1.5 വർഷത്തെ പരിചയം ഉള്ളുവെങ്കിലും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് ഞാൻ അവനെ അങ്ങനെ ചെയ്തത്. നമ്മൾ കുറെ പേര് കമന്റ് ചെയ്തു, കുട്ടിക്കാലത്ത് നമ്മൾ റബ്ബർ കാ വെച്ച് കളിക്കുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ ഒരു കുട്ടിക്കാലം ഞാൻ അവിടെ റിഗ്രറ്റ് ചെയ്തതേ ഉള്ളൂ. അതിന് നിങ്ങൾ എന്നെ എങ്ങനെയും തെറി വിളിക്കുന്നതായിരുന്നു. എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി. ഇല്ല, ആ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. അതൊരു വിഷയമുള്ള കാര്യമല്ല. 2-3 പേരുടെ കമന്റിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ വെച്ച് ഓക്കെ വേണ്ട, നിർത്തി മതി. ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങിയപ്പോ അവനെ വേണ്ട. പക്ഷെ അത് നമ്മളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഞാൻ അത്രയും ബോധമില്ലാത്ത ഒരാളൊന്നും അല്ല. എനിക്കറിയാം എന്ത് എവിടെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഇവനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇല്ലേ? എന്നെ ഇവളെ അതിനപ്പുറം ഉപദ്രവിച്ചിട്ടുണ്ട്. അമീനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ടാണോ എന്റെ പുറകിൽ നിൽക്കുന്ന, ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന എന്റെ ഭർത്താവിനെ ഞാൻ ഡെയിലി ഉപദ്രവിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോ കട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് ജസ്റ്റ് ഒരു ഫണ്ടിന്റെ പുറത്തായിരുന്നു. അപ്പൊ ഞങ്ങള് നമ്മുടെ ഷോ ഇന്നിവിടെ തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ രണ്ടുപേർക്കും വിവാഹം കഴിഞ്ഞ ആശംസകൾ, നിക്കാഹ് കഴിഞ്ഞ ആശംസകൾ. വിവാഹം അല്ല, മാരേജ് ഫംഗ്ഷൻ ഇനിയും വരുന്നുണ്ട്. അപ്പൊ തുടങ്ങാം. അപ്പോ എന്താണ് നിക്കാഹ് കഴിഞ്ഞുള്ള വിശേഷങ്ങൾ? ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടോ, ഇവൻ പറയാത്തോണ്ടാണ് അവള് സംസാരിക്കുന്നത്. അന്നേരം ആൾക്കാര് നീ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള കമന്റ്സ് വിടുന്നു. ഞങ്ങള് നിക്കാഹ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ എറണാകുളത്ത് പോയി. ഷൂട്ടിന് ഞങ്ങൾ രണ്ടുപേർക്കും ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നു. കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ട്രിവാൻഡ്രത്ത് വന്നു. അപ്പൊ നമുക്ക് ഇവളുടെ വ്ളോഗിന്റെ ഷൂട്ട് ഉണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അത് വേറെ ചാനലിന്റെ ഷൂട്ടും ഒക്കെ ഉണ്ട്. അതിനിപ്പോ നിലവിലിപ്പോ വൈറ്റ് ഹൗസിലാണ്, അമീൻ മഠത്തിൽ ഇപ്പോൾ വൈറ്റ് ഹൗസിലാണ് നിൽക്കുന്നത്. എന്നെ കൊണ്ടുപോയി ഇപ്പോഴല്ല, സെപ്റ്റംബറിൽ. അത് അപ്പൊ ആദ്യം നമുക്ക് ആ കാര്യം പറഞ്ഞു തുടങ്ങാം. കാര്യം ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യമാണ്. ഇപ്പം കല്യാണം കഴിഞ്ഞു, ലൈല ഹമീദ്സ് ബിഗ് ഡേ, ടൈറ്റ് നോട്ട്, ഇങ്ങനത്തെ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാരും കല്യാണം കഴിഞ്ഞു, ഓക്കെ ശരിയാണ്, നിങ്ങളുടെ നിക്കാഹാണ് കഴിഞ്ഞത്. പക്ഷെ ശരിക്കുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കും.
അതായത് നിക്കാഹ് ആക്ച്വലി എൻഗേജ്മെന്റ് ഞങ്ങൾക്ക് എൻഗേജ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ എൻഗേജ്മെന്റ് നടത്തുന്നതിന്റെ പകരം നമ്മള് ദൂരം ഉണ്ടല്ലോ, മലപ്പുറം ട്രിവാൻഡ്രം തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര അനാവശ്യമായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ സോ എൻഗേജ്മെന്റിന്റെ പകരം ഞങ്ങളൊരു നിക്കാഹായിട്ട് അതങ്ങ് പ്ലാൻ ചെയ്തു. പിന്നെ എൻ്റെ ബ്രദർ പുറത്താണ്. എൻ്റെ ബ്രദറിന് സെപ്റ്റംബറിൽ ലീവ് കിട്ടുള്ളൂ. പുള്ളി പഠിത്തം പോയിട്ടുള്ളൂ. അപ്പോൾ പുള്ളി ഫാമിലി ആയിട്ട് അവിടെയാണ്. ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ കല്യാണം കാണാനും കൂടാനും ഒക്കെ ആയിട്ട്. ഒരുപാട് വർഷമായിട്ട് എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കല്യാണം നടത്താനായിട്ട്. പക്ഷെ ഇപ്പോഴാണ് ഓരോന്നിനും ഓരോ സമയം ഉണ്ടല്ലോ. അങ്ങനെ ആ ഒരു സമയം വന്നപ്പോൾ പുള്ളി ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ പുള്ളി വരുന്നത് സെപ്റ്റംബറിലാണ് പുള്ളി ഇവിടെ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി ചടങ്ങ് എൻഗേജ്മെന്റ് പകരം നിക്കാഹ് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷൻ റിസപ്ഷനും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന പോലെ സെപ്റ്റംബറിലാണ് പ്ലാൻ ചെയ്തത്. അതൊരു വലിയ പരിപാടി. എല്ലാവരും ക്ഷണിച്ച് ഒരുപാട് പേരെ വിളിക്കാൻ പറ്റിയിട്ടില്ല ഈ പ്രോഗ്രാമിന്, ഈ ഒരു ഫംഗ്ഷനകത്ത്. ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു, എടാ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു പരാതിയൊക്കെ അപ്പൊ തീർക്കുന്നതായിരിക്കും സെപ്റ്റംബറിൽ. അപ്പൊ സെപ്റ്റംബറിലാണ് നമ്മുടെ ഒരു ബിഗ് ഫംഗ്ഷൻ ഇനി വരാൻ പോകുന്നത്. ഇനി അടുത്ത് ഞാനിപ്പോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ഓഡിയൻസിന് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും പറയുന്ന കാര്യമാണ്, ഇത് പ്രണയ വിവാഹമാണോ? ബിക്കോസ് അമീൻ സ്റ്റാർ മാജിക്കിലുണ്ട്, ഡയന സ്റ്റാർ മാജിക്കിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നാച്ചുറലി എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് ലവ് മാരേജ് ആണോ എന്നുള്ളൊരു കാര്യം. അപ്പൊ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ പോലും അല്ല ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പല നമ്മുടെ മീഡിയാസിനെ അറിയാലോ, ഓരോരുത്തർ ഓരോ ഊഹാപോഹങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു ഇത് ആക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനൊരു ക്ലാരിറ്റി, ശരിക്കും ഇതൊരു പ്രണയ വിവാഹം ആണോ? ഇതൊരു പ്രണയ വിവാഹം എന്ന് പറയാൻ പറ്റൂലേ? അല്ലേ? അല്ല, പ്രണയിച്ച് ഒരു വർഷങ്ങളായിട്ട് പ്രണയിക്കുന്നു, അടുത്തറിയുന്നു, പിന്നീട് വിവാഹത്തിലേക്ക് കടക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് അതിനുള്ളൊരു സമയമൊന്നും കിട്ടില്ല. നമുക്ക് ആദ്യമേ ഇതൊരു പ്രൊപ്പോസലായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു അയ്യോ വളരെ നല്ല ഭാവിയുള്ള മാച്ച് മേക്കർ അതിനെ കൊണ്ടുവന്നത് പ്രൊപ്പോസലായിരുന്നു. ശരി, ഞാൻ സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ ഇതിനെ കുറിച്ച്. ഞാനൊരു ഇൻട്രോ എല്ലാവർക്കും തരാം. ഓക്കെ, അതായത് ഞാൻ എൻ്റെ ഒരു ന്യൂ വർക്ക്, ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരു ന്യൂ വർക്ക് സൂര്യ ടിവിയിൽ എന്തായിരുന്നോ അതിന്റെ പേര്, അതെന്റെ ഇഷ്ടം ജോയിൻ ചെയ്യുന്നു. അപ്പൊ അതിലെ നായകനായിട്ട് അമീൻ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലേറ്റർ ഓൺ അത് ടുവേർഡ്സ് തീരാറാവുന്ന സമയത്ത് ജോയിൻ ചെയ്ത് ലാസ്റ്റ് ഒരു ഷെഡ്യൂൾ മാത്രം ഞാൻ ആ സീരിയലിൽ ഉണ്ടായിരുന്നുള്ളൂ, ജോയിൻ ചെയ്തതാണ്. അപ്പൊ അവിടെ ചെന്നിട്ടപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഒരു സീരിയൽ സെറ്റിലേക്ക് പോകുന്നത്. എനിക്കത് അതിൻ്റെതായ ഒരു എന്താ പറയാ മടിയും ഒരു നമുക്കങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ആ ഒരു അത്ര ഒരു കംഫർട്ടൊന്നും എനിക്കില്ലായിരുന്നു. അപ്പൊ അതീ ഒരു 2-3 ദിവസം കഴിഞ്ഞാണ് ഞാൻ അമീനോട് മിണ്ടുന്നത്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് എല്ലാവരോടും ഞാൻ പൊതുവെ അങ്ങനെ ആദ്യമേ ചാടിക്കേറി എനിക്ക് മിണ്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. അമീനോട് മിണ്ടി ഒരു ദിവസം സംസാരിച്ചു, 2ാമത്തെ ദിവസം സംസാരിച്ചു. അപ്പൊ എനിക്ക് ഓക്കെ അമീൻ നല്ലൊരു ഫ്രണ്ട് ആകും, അങ്ങനത്തെ ഒരു വൈബ് അടിച്ചു. നമുക്കിങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുമല്ലോ. അപ്പൊ എനിക്ക് നല്ലൊരു സുഹൃത്താക്കാൻ പറ്റിയ ആളാണെന്ന് തോന്നി. പിന്നെ ഇവനാണ് അവിടുത്തെ എൻ്റെ കമ്പനി, ഇവൻ്റെ അടുത്ത് തന്നെ ഞാൻ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് നേരം നമുക്ക് ഈ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഇവൻ എന്താ പഠിച്ചത്, ഇവന്റെ ബാക്ക്ഗ്രൗണ്ട്, വീട്ടിലാരൊക്കെ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് അപ്പൊ തൊട്ട് ഈ കേട്ടപ്പോ തൊട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഡയാനയ്ക്ക് ആലോചിച്ചാലോ ഒരു ചിന്ത വന്നു. പക്ഷെ അന്നേരം ഇവളോടത് പറയുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് ഇവളുടെ വീട്ടിൽ ആ സീരിയല് ഇവര് കാണുമായിരുന്നു അല്ലേ. ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന സമയത്ത് സീരിയല് നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഉമ്മാടെ അടുത്ത് വെറുതെ ചോദിച്ചു, ഉമ്മ ഈ ചെക്കനെ കണ്ടോ ഉമ്മ, നല്ല പയ്യനാണ്, ബിടെക് ആണ്, MBA ആണ്, നമുക്ക് ഡയനയ്ക്ക് ആലോചിച്ചാലോ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, മലപ്പുറം അല്ലേ, അത്രയും ദൂരമല്ലേ മോളെ, അത് നമുക്ക് വേണ്ട, നമുക്ക് വേറെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ശരി മിണ്ടാതിരുന്നു, അത് വിട്ടു. ഇനി നിങ്ങൾ പറഞ്ഞു. അല്ല, നീ അതിന് മുമ്പ് ഒരിക്കൽ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് ഇന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം പൊതുവെ ഇപ്പൊ ഇവളൊരു ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യുമായിരുന്നു, അതായിരുന്നു ഇഷ്ടം. അപ്പൊ ഇപ്പൊ ഇവളെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് പുതിയ വർക്ക്, എങ്ങനെയുണ്ട്, നല്ല ക്ലൂ ആണോ, ലൊക്കേഷനിൽ ഇവിടെ കംഫർട്ടബിൾ ആണോ, ഓക്കെ ആണോ, അപ്പൊ ഇതൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ സംസാരിക്കുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിച്ചു ആരാ നായിക എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് അമീനെ കുറിച്ച് എന്നോട് പറയുന്നത്. പിന്നെ അപ്പം ഇവക്കൊരു സ്വഭാവമുണ്ട്, ഇവക്കിങ്ങനെ മുഖമുറയൊന്നുമില്ല,
എടുത്തടിച്ചങ്ങ് ചോദിക്കുക. അപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഇതൊരു നായകന്റെ പേര് അമീനാണ്, എടപ്പാളെന്നാണ്, നിനക്ക് അമീനെ കെട്ടിക്കൂടെ? ഇതാണ് ഇവളുടെ ചോദ്യം. ഇതിന്റെ റീസൺ ഞാൻ ഇവളും തമ്മിലുള്ള കോൺവെർസേഷനകത്ത് ഞാൻ കുറെ പറഞ്ഞിരുന്നു എനിക്ക് ഇതേപോലെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു മുന്നത്തെ ഒരു പ്രപ്പോസലൊക്കെ നമ്മൾ കോൾ ഓഫ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അതെ, അതിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അങ്ങനെ എനിക്കും ഇതേപോലെ ഇപ്പൊ ഞാൻ ഇവളടുത്ത് സംസാരിച്ച സമയത്തൊക്കെ ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ വീട്ടുകാർ നോക്കുന്നുണ്ട്, നല്ലൊരു കുട്ടീനെ കിട്ടിയാൽ കല്യാണം കഴിക്കും. അപ്പൊ എനിക്കും ഈ സമയത്ത് ഇതേപോലെ അലയൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമാണെന്ന് അതിലേക്ക് അറിയാം. ഇവൾക്കും അറ്റ് ദ സെയിം ടൈം വീട്ടുകാരും എല്ലാവരും കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ അതങ്ങ് അതിലങ്ങ് ഏറ്റെടുത്ത് പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ വീട്ടില് വിളിച്ച് സംസാരിച്ചു. അമീന്റെ കാര്യം എനിക്ക് ഒന്നുകൂടെ ഇതായിട്ട് തോന്നിയത്, ഇപ്പൊ അമീന്റെ ചേട്ടൻ കാനഡയിലാണ്, എന്റെ ചേച്ചി കാനഡയിലാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് കണക്ട് ആയത്. അപ്പൊ അവിടെ പുറത്ത് പോകുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ കുറേ സംസാരിച്ചു. അപ്പൊ ഇവന്റെ കല്യാണം എന്താ. അപ്പൊ അമീൻ ആദ്യം എന്നോട് പറഞ്ഞത്, പിന്നെ നമ്മൾ ഒത്തിരി കമ്പനി ആയിക്കഴിഞ്ഞാൽ ഇവനെ വെറുതെ ഇട്ട് കളിയാക്കുമായിരുന്നു. കല്യാണം നല്ല സുന്ദരനായ യുവാവ് എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇട്ട് പ്രതീക്ഷ ഞാനൊക്കെ കൂടിയിട്ടൊരു കളിയാക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ അല്ലാണ്ട് ഇവനോട് ചോദിക്കുമ്പോൾ അമീൻ ഇങ്ങനെ പറഞ്ഞു, ഇല്ല ഇതെന്റെ ഇതൊന്നും നടക്കില്ല, നീ ചുമ്മാ ഇരിക്കുക, ഒന്നും നടക്കത്തില്ല, ഞാൻ എല്ലാം മതി, എനിക്ക് ഇതൊന്നും നടപടി ആവില്ല, എന്റെ ആതിരെ കല്യാണക്കാരി അതൊന്നും സെറ്റ് ആവില്ല, നീ മിണ്ടാതിരിക്കും എന്നിങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്റ്റാർ മാജിക്കില് ഇപ്പൊ എന്നെ സ്റ്റാർ മാജിക്കില് കൊണ്ടുവരുന്ന ആള് ഡയനയാണ്. ഡയന അവിടെ എന്നെ കുറിച്ച് പറഞ്ഞ് റെഫറൽ കൊടുത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ സ്റ്റാർ മാജിക്കില് ഡയന കാരണമാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പൊ അതേപോലെ ഞാൻ റെഫറൽ കൊടുത്ത ആളാണ് അമീൻ. ഞാൻ അമീനെ അവിടെ ഇങ്ങനെ നമ്മള് കോർഡിനേറ്ററിനോടൊക്കെ പറഞ്ഞിട്ട് അമീനെ അവിടെ വിളിക്കുന്നു. അപ്പൊ അതെല്ലാം ഒരു ഇങ്ങനെ കണക്ടിങ് ദ ഡോട്ട്സ് ആണ്, ഒരു നിമിത്തമായിട്ട് നമ്മൾ അവിടെ വരിക. അപ്പൊ വരുന്നു. അപ്പൊ ഡയന ഓൾറെഡി എറണാകുളത്താണ് കൂടുതൽ സമയം. പക്ഷെ ഈ സ്റ്റാർ മാജിക് വെക്കുമ്പോ ഒരിക്കലും ഞങ്ങള് വരുന്ന എപ്പിസോഡിൽ ചിലപ്പോ ഇവള് ഉണ്ടാവില്ല. ഇവള് മിക്കവാറും തിരക്ക് എനിക്കൊന്നും ഒരു 1-2 എപ്പിസോഡ്സ് ഒരുമിച്ചൊക്കെ നമ്മൾ ഉണ്ടായിട്ടുള്ളൂ. അമീൻ പക്ഷെ മിക്കവാറും ഉള്ള എല്ലാ എപ്പിസോഡിലും അമീൻ വന്നതിന് ശേഷം അങ്ങനെയായിരുന്നു, അവസാനിക്കുന്നത് വരെയും കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ വീണ്ടും എറണാകുളത്ത് വെച്ചപ്പം നമുക്ക് വീണ്ടും കാണാൻ, നമ്മുടെ സൗഹൃദം വളരെ സ്ട്രോങ് ആക്കാനുള്ള നമ്മൾ അങ്ങനെ കാണുന്നു. അപ്പൊ അന്നേരം വീണ്ടും ഇക്കാര്യം ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇവനോട് ഞാൻ അവതരിപ്പിച്ചു. അമീനെ ഡയനെ, നീ ഒന്ന് ചുമ്മാ ഇരുന്നേ, ഇതൊന്നും ശരിയാവില്ല എന്റെ ആതിരെ, നീ വെറുതെ ഇരിക്കും, നീ എന്റെ നിന്ന് വാങ്ങും കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇവന്റെ റെസ്പോൺസ് എനിക്ക് ഇവന്റെ ഭാഗത്തുനിന്ന് കിട്ടിയത്. അപ്പൊ ആ ടൈമിൽ ആക്ച്വലി ഡയന ആണെങ്കിലും ഡയന എനിക്ക് നന്നായിട്ട് അറിയാം. ഷീ ആക്ച്വലി വാണ്ട്സ് ഫാമിലി ലൈഫ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു മൈൻഡിൽ അവൾ ഇരിക്കുകയാണ്. പക്ഷെ അവള് മെന്റലിയും ഒക്കെ അവള് ഭയങ്കര ഡെസ്പും ഡൗണും ഒക്കെയാണ്. കുറെ എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ് അവൾക്ക്. അപ്പൊ അവളുടെ അടുത്ത് പോയിട്ട് എനിക്ക് ഒരാളെ പോയി പ്രേമിക്കൂ എന്ന് പറയാനുള്ളൊരു ഗ്യാപ്പ് അവിടെ ഇല്ല. ഇനി ഒരു ഇത് ഉണ്ടെങ്കിൽ അത് അവളുടെ കല്യാണമായിരിക്കണം, അല്ലേ? ആ ഒരു ഇതാണ്. അപ്പൊ ഞാൻ ഇവളോട് പതിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവളെനിക്ക് മറുപടി ഒന്നും കാര്യമായിട്ട് തരുന്നില്ല, ഒന്നും പറയുന്നില്ലാണ്. പക്ഷെ അമീനോട് എപ്പോ പറഞ്ഞാലും അമീൻ എന്റെ ആതിരെ നീ ചുമ്മാ ഇരിക്കും. അപ്പൊ ഇവന്റെ ഉള്ളിൽ ഇവന് യെസ് ആണോ നോ ആണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ടൈമില് അത് കഴിഞ്ഞ് ജൂൺ ഇത് കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർ മാജിക്കൽ എപ്പിസോഡിൽ വന്ന് തുടങ്ങി. അപ്പൊ ഓൾറെഡി എനിക്ക് തന്നിരിക്കുന്ന ഒരു അമ്മയെ കുറിച്ച് നല്ല ഇംപ്രഷൻസ് ആണ്, നല്ല കാര്യങ്ങളൊക്കെയാണ്, നല്ല പയ്യൻ അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? തിരിച്ചും അങ്ങനെയാണോ? എന്നിട്ട് നമ്മളിപ്പം സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോഴും നമ്മളിങ്ങനെ കൈ കൊടുത്ത ഡയാന അമീൻ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. പിന്നീട് ഞങ്ങൾക്ക് ഭയങ്കര സത്യം പറയാൻ ഭയങ്കര ചമ്മലാണ്. നമുക്ക് അങ്ങനെ ഇങ്ങനൊരു കാര്യം ഞങ്ങളുടെ ഇടയിൽ സംസാരിച്ചിരിക്കുന്നത് കാരണം തന്നെ നമുക്ക് കാഷ്വലായിട്ട് അടുത്ത് പോയിരുന്നു സംസാരിക്കാനോ അങ്ങനെയൊക്കെ കുറച്ച് ചെറിയ ഉള്ളിൽ കിടക്കുന്നുണ്ട് ചെറിയൊരു. അപ്പോഴും ഞങ്ങൾ വളരെ ഫോർമലായിട്ടാണ് അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊന്ന് മാസങ്ങളൊക്കെ കടന്നുപോയി. പിന്നീട് ജൂലൈ കഴിഞ്ഞു ഐശ്വര്യയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഐശ്വര്യന്റെ ഹൽദിക്ക് പോകുന്ന ആ ഒരു ഡേ ആണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇവരൊന്ന്, എന്നാലും ഇവരധികം സംസാരിക്കുന്നൊന്നുമില്ല. അമീനും എന്റെ അടുത്താണ് കംഫർട്ടബിൾ, ഇവളും എന്റെ അടുത്താണ് കംഫർട്ടബിൾ. പക്ഷെ എന്നാലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അങ്ങനെ സംസാരിക്കുന്നത് അന്ന് ആദ്യമായിട്ടാണ്. ഞാൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ യാത്രയിൽ ഇവളോട് ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്, അമീൻ പാവില്ല, ഇഷ്ടപ്പെട്ടാ? അപ്പൊ ഇവളെന്നെ തിരിച്ച് കാലിച്ചവിട്ടോ, ഒന്നും മിണ്ടാണ്ടിരുന്നേ. അങ്ങനെ
അങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അന്ന് തന്നെ തിരികെ പോയി. പിന്നെ എന്താ തിരികെ പോയി. ആക്ച്വലി അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ നമ്പർ ടെക്സ്റ്റ് ചെയ്യുന്നത് തന്നെ അതിന് ശേഷമാണ് എന്റെ ഒരു ഓർമ്മ അല്ലേ. ഞങ്ങക്ക് തോന്നി, അതായത് ഇവള് പറയുന്നതെന്ന് വെച്ചാല് നിങ്ങൾ കല്യാണം കഴിക്കണമെന്നോ ഒക്കെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലെങ്കിലും ഒന്ന് സംസാരിച്ചു നോക്ക്. അപ്പൊ എനിക്ക് പേഴ്സണലി ഇവള് പറഞ്ഞുള്ള കാര്യങ്ങളെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാൻ പാടുള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു നോക്ക് എന്ന് ഇവള് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ ശരി മീറ്റ് വൺസ്. പക്ഷെ ആ സംസാരിച്ച് നോക്കൂ എന്ന് ഇപ്പൊ ഈ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു വട്ടമായിട്ട് തോന്നും. ഞാൻ നിരന്തരമായി രണ്ടുപേരോടും ഫെയിൽഡ് അറ്റംപ്റ്റിന് ശേഷമാണ് ഇവർ ആക്ച്വലി ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവള് വീട്ടിൽ വിളിച്ച് സംസാരിച്ചു. അപ്പൊ വീട്ടുകാർക്ക് ഇതിനകത്ത് വലിയ ഒബ്ജക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഫീൽഡിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവതരിപ്പിച്ചപ്പോ അവർക്ക് ഒബ്ജക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ആലോചിച്ച് ഓക്കെ ഫൈൻ, ജസ്റ്റ് ഒന്നും പരിചയപ്പെട്ട് നോക്കാം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഉമ്മാടെ അടുത്തായിരുന്നു. അപ്പം ഉമ്മാടെ അടുത്ത കാര്യങ്ങളൊക്കെ പിന്നീട് വീണ്ടും വളരെ അന്ന് ലൈറ്റ് ആയിട്ട് ജസ്റ്റ് ടിവിയിൽ കണ്ടു, സംസാരിച്ചു, വിട്ടു. പിന്നെ വളരെ സീരിയസ് ആയിട്ട് ഉമ്മാടെ അടുത്ത് ഞാൻ അപ്പൊ ഇവൾ എന്നോട് എപ്പോഴും പറയും, നീ ഉമ്മാടെ അടുത്ത് അങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെ ഇവള് പറയട്ടോ, നിർബന്ധിക്കുമെന്ന് വെച്ചിട്ട്. പക്ഷെ ഞാൻ ഉമ്മാടെ അടുത്ത് സംസാരിച്ചു. അതുപോലെ അമ്മീന്റെ ഉമ്മാടെ അടുത്തും സംസാരിച്ചു. അത് കഴിഞ്ഞ അപ്പൊ ഈ വീട്ടുകാർക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നൊരു സാധനം മനസ്സിലാക്കിയപ്പോഴാണ് ഇവര് അതെ. കാരണം ഞങ്ങൾക്കും ആദ്യം ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ, ഇപ്പൊ ഞാനാണെങ്കിലും ഇവളാണെങ്കിലും ഭയങ്കര ഒരു ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ വീട്ടുകാർക്ക് എല്ലാവർക്കും രണ്ട് വീട്ടുകാരും നല്ല രീതിയിൽ ദൂരമൊക്കെ വലിയ പ്രശ്നമാണ്. കോസ്റ്റ് ഇസ് ക്ലിയർ എന്ന് തോന്നിയിട്ട് നമുക്കൊരു പകുതി ദൂരം നമ്മൾ എത്തിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്ത്. എന്നാ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഇവരെ സംസാരിച്ചു തുടങ്ങി. ആ സംസാരം ഇപ്പത്തെ ഇവിടെ നിക്കാഹ് കഴിഞ്ഞ് ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇതാണ് ആക്ച്വൽ ഉള്ള ഇവരുടെ ഞങ്ങളുടെ ഒരു ലവ് സ്റ്റോറി. ഇനിയാണ് ഞങ്ങള് ആക്ച്വലി പ്രേമിക്കാൻ പോകുന്നത്. പിന്നെ ഇവര് ആ ഒരു 1-2 മാസത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർക്ക് ഒരു ഉറപ്പില്ലാണ്ട് ആരും കല്യാണം കഴിക്കില്ലല്ലോ അല്ലെ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി നിങ്ങൾ ചേരുന്ന ആൾക്കാരാണ് എന്നുള്ളത്. അവന് വഴക്കുണ്ടായാൽ എന്റെ പേര് പറയും. നിന്റെ വീടിന് മുമ്പിലാണ് നിൽക്കും, ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ വരെ റബ്ബർ കൈ എടുത്തോണ്ട് പോയി നിന്നോണ്ട. ഇതിപ്പോ താഴത്തെ എന്താ കമന്റ് വരാൻ പോകുന്നു, അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ കഥ. ഒരിക്കലും അല്ല. ആക്ച്വലി നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. അപ്പം ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളും ഒന്നും ഇവര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സോ അതുകൊണ്ട് ഇപ്പൊ സെപ്റ്റംബറിൽ ഡെഫിനറ്റ്ലി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ കാര്യമായിട്ടൊന്നും ആക്ച്വലി എന്താ പറയാ ഭയങ്കര സീരിയസ് ക്വസ്റ്റ്യൻ ആൻസറിങ് പോലെ ഇന്റർവ്യൂ അതൊന്നും അല്ല. നമ്മൾ ഈ 2-3 കാര്യങ്ങൾ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്തായിരുന്നു, അത്രേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടി, പിന്നെ ബാക്കി ഇനി നമ്മളെല്ലാം ഫണ്ണാണേ. ഇതോടുകൂടി കഴിഞ്ഞത്. ഇപ്പൊ നമ്മള് നേരത്തെ സൂചിപ്പിച്ച പോലെ ഡയനയ്ക്ക് ഓൾറെഡി ബിക്കോസ് കുറെ ഷോസിൽ ഡയന പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു എന്റെ വിവാഹം എന്നൊക്കെയുള്ള ഒരു കാര്യം. അപ്പൊ അത് ഞാനല്ല അതിനെ കുറിച്ച് സംസാരിക്കേണ്ട, ഡയന തന്നെയാണ്. അപ്പൊ അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി അതില് കഴിഞ്ഞ ഒരു 2023-22 ലാസ്റ്റ് കാലഘട്ടത്തിൽ മുൻപ് ഒരു പ്രപ്പോസൽ ഇങ്ങനെ ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ കാരണങ്ങളുണ്ട് നമുക്കത് കോൾ ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാനിപ്പം 2-3 ഷോസിൽ ഇങ്ങനെ ഇതിന്റെ ഒരു കാര്യം സന്തോഷം ഇങ്ങനെ പങ്കിട്ടിരുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കമന്റ്സിലൂടെ എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ ഷോസിലൂടെയൊക്കെ ഇതിൻ്റെ ഒരു സന്തോഷം ഇങ്ങനെ പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പലരുടെയും ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് പല കമന്റ്സിലൂടെ ഇങ്ങനെ കാണുന്നുണ്ട്. അതാണ് ഈ അറേഞ്ച്ഡ് മാരേജ് ലവ് മാരേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉണ്ടായൊരു കൺഫ്യൂഷൻ കുറച്ച് പേർക്കെങ്കിലും. ബട്ട് പാസ്റ്റ് ഇസ് പാസ്റ്റ്, ദിസ് ഇസ് മൈ പ്രസന്റ് ആൻഡ് ഹീസ് മൈ ഫ്യൂച്ചർ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് നമ്മളിങ്ങനെ പറയില്ലേ, കറക്റ്റ് കല്യാണം എന്ന് പറയുന്നത് കറക്റ്റ് സമയമാകുമ്പോൾ നമ്മുടെ തലയിൽ ഞാൻ പലവട്ടം ഞാൻ സ്വയം ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ആ സീരിയലിൽ വെറും 10 ദിവസം അഭിനയിക്കാൻ പോയത്, ഇവനെ പരിചയപ്പെട്ടത്, അതിനുശേഷം ഈ സ്റ്റാർ മാജിക്കിലേക്ക് അമി. ഇപ്പൊ നമ്മൾ കോയിൻസിഡൻസ് ഞങ്ങളുടെ
സ്റ്റാർ മാജിക്കിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അലീന. അലീന സ്റ്റാർ മാജിക്കിൽ നിന്ന് റിസൈൻ ചെയ്ത് സൂര്യ ടിവിയിൽ പോയി അവിടുത്തെ നോൺ ഫിക്ഷന്റെ ഹെഡായി അലീനയാണ് ശരിക്കും ഒരു ആദ്യം വിളിക്കുന്നത്. അപ്പൊ ഇതൊരു ഭയങ്കര ഒരു കണക്ഷനാണ്. പക്ഷെ അലീന അങ്ങോട്ട് പോയില്ലെങ്കിൽ നിനക്ക് ആ വിളി ഒരു ഡെഫിനറ്റ്ലി നിമിത്തമാണ്. നമ്മൾ എപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്കും അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് അയ്യോ ഇപ്പം ചിലപ്പം ഒരുപക്ഷെ ഇവന് വിധിച്ചത് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഞാനില്ലായിരുന്നെങ്കിലും അത് അങ്ങനെ തന്നെ എങ്ങനെയെങ്കിലും വന്ന് ചെയ്തുമായിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു കാരണമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി വേറെ മറ്റേ പ്രോപ്പർ ഇന്റർവ്യൂ മോഡിൽ അങ്ങനെയൊന്നും നമ്മൾ എടുക്കുന്നതല്ല. ഇനി ഞാൻ എന്തായാലും ഇവരെ കൊണ്ട് കുറച്ച് ഇവരുടെ കോമ്പാറ്റിബിലിറ്റി ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഒരു പാർട്ട് 1ന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഗെയിംസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ പാർട്ട് 2.